കുക്ക് ചെയ്ത് വലിയ ശീലമൊന്നും ഇല്ലാത്ത വിഷ്ണുവും കുക്കിങ്ങിൽ പി എച്ച് എടുത്ത് നാദ്രി. ആ വേസ്റ്റ് ബിന്നിങ് അടുത്തോട്ട് വെക്കും. വേസ്റ്റ് ദോഷിച്ചാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് പലവട്ടം പറയാറുണ്ടെന്നുള്ളതാണ്. അച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതെ, അച്ഛന് ചീത്തപ്പേരുണ്ടാക്കുന്ന മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടയിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ 1 ടീസ്പൂണാ 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ ഇത് ടീയിലിടുന്ന സ്പൂൺ ആയിരുന്നോ? ടീസ്പൂൺ ടീയിലിടുന്നതാണ് ടീസ്പൂൺ പറയണത്. അത് 1 ടീസ്പൂൺ. ചോറിലിടുന്ന കയ്യിൽ നിന്ന് പറയും റൈസ് സ്പൂൺ. ഇതിട്ടെ ഇടൂ, ധൈര്യത്തോടെ ഇടുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 1/4 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലേ? 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. കാലാണ് നേരെയായിപ്പോയോ? ഇല്ല കേട്ടോ. 1/4 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതേപോലെ ഒരു കോലത്തിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളത് പൊടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണ്ട. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് കാലാണോ? ഇത് കാലല്ല, ഇത് കൈയാണ്. പോടുന്നത് 1/4 ടീസ്പൂൺ അല്ലേ? ഈ നിലവാരമില്ലാത്ത തമാശകൾ പറഞ്ഞ് നാദറെ പോലുള്ള ലോ ലെവലുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. അതെ, അടുത്ത് നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നാദറ എന്നെ നേരത്തെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു കോമഡി അടിച്ചായിരുന്നു. അതല്ല വേണ്ടത്. പിന്നെ അയ്യോ അതിന് മുൻപ് പ്ലീസ് നമ്മളിവിടെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് പീസ് ആക്കി ഇടണം കേട്ടോ. അതിങ്ങനെ ഇടരുത്, ചെറുതാക്കണം. ഇല്ല ഇതിങ്ങനെ ഇട്ടാൽ മതി. അത് കൈ കൊണ്ടെങ്കിലും കറക്ക്. ഓക്കെ, കറക്കാനോ? കറക്കാൻ ഇവളാൻ പിടിക്കുക, അവള് കറക്കും. വളയ്ക്കാൻ ഇവൻ മെടുക്കണ. അപ്പൊ ഓക്കെ, അതിങ്ങനെ പൊട്ടിച്ചിട്ടാ മതി. ഇത് നീ പൊട്ടിച്ചോ. പൊട്ടിക്കാൻ എന്താ പടക്കോ? സിമ്പിൾ ഇത് ഇങ്ങനെ. That's do something better than negative. ഇങ്ങനെ അങ്ങ് ചുമ്മാ അങ്ങ് ഇട്ടാ മതി. ഗായ്സ്, നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ക്യാമറമാൻ എവിടെ ഇല്ല, പുള്ളി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. അതെ, ഇത്തരം തമാശകളൊക്കെ നിലവാരമില്ലാത്ത തമാശ കാരണം ക്യാമറമാൻ ട്രൈപോഡി ക്യാമറ വെച്ചിട്ട് പൊക്കളഞ്ഞു. മതിയായിട്ടില്ല, വിടുക. എനിക്കിഷ്ടമായി ഇങ്ങനെ ഇളക്കിയിട്ടത് പകുതിയായിട്ട് ബാക്കി ഒരാൾക്ക് കൊടുക്കാൻ. കാരണം ഞാൻ ഫുൾ ആക്കൂല. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കുക. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഒരു പാൻ എടുക്കുക, പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസി മുക്കിയിട്ട് ഈ ലിക്വിഡിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എണ്ണ മുങ്ങാൻ പാകം, എണ്ണയല്ല എണ്ണയിൽ ഇടുന്ന ബ്രെഡ് മുങ്ങാൻ പാകത്തിക്കണം. പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുങ്ങുന്നതായിരിക്കും. അതെ, ഇതോടുകൂടി ഇവിടെ നമ്മൾ പറഞ്ഞു വിടുന്നതായിരിക്കും. പിന്നെ അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിൽ മുക്കി എണ്ണയിൽ ഇടുക. അത്രേ ഉള്ളൂ, പെട്ടെന്ന് തീരും. ഇവിടെ അങ്ങനെ ഭയങ്കര മണം. ഉണ്ട്. സ്പെഷ്യലാ. ഇതാണോ ഫസ്റ്റത്തത്? ആദ്യത്തത് ഗണപതിക്കെന്താ വേണേ ഞങ്ങള് കഴിക്കാം. ഒരു നിർബന്ധമില്ല, ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ബാക്കി ഉണ്ടാക്കണോ വേണ്ട തീരുമാനിക്കുന്നത്. നമുക്ക് 4 പേർക്ക് കൂടെ ടേസ്റ്റ് ചെയ്യാലോ. അല്ല, നമ്മള് ടേസ്റ്റ് ചെയ്യേണ്ട നമ്മളല്ലല്ലോ. അതാണ് ഷെഫ്. പക്ഷെ ഒരു കാര്യം ഞാൻ നാദര പറയാം, ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് ഞാൻ അഭിപ്രായം പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അവിടെ വന്നിട്ട് പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഉരുകണേക്കാട്ടിലും നല്ലതല്ലേ ഞാൻ പറയുന്നത്. ഉപദേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുമല്ലോ, മനസ്സിലായി. അതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അപ്പുറത്ത് മേടിച്ച് കഴിച്ചോണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണോ? അപ്പൊ നാദരക്ക് തരാൻ തോന്നുന്നില്ല, ഉദ്ദേശമില്ല തരാൻ. പക്ഷെ ഇത് ആയില്ല, ഇനിയുണ്ട്. കുറച്ച് ഭക്ഷണം ഞാൻ വാവിട്ട് ചോദിച്ചിട്ട് പോലും തരാൻ മനസ്സിലാത്ത നടക്കും. ഇത് ഉണ്ടാക്കി തീരട്ടെ എന്ന് വെച്ചിട്ടാ. നാദരക്ക് എന്തോ ഒരു ഭയം, ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടല്ല ഒന്നാ. അതെ, നമുക്കൊന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഭക്ഷണത്തിന്റെ റിയാലിറ്റി ഷോയാ. അതുണ്ടാക്കും ഞങ്ങള്. ഇതൊരു സർക്കാരിനൊരു വെല്ലുവിളിയാണ്. ഓക്കെ, നമ്മള് നിക്കണോ പോണോ?
ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വിളിക്കാം. എന്തായാലും അപ്സരയ്ക്ക് ആദ്യത്തെ തരും ഞങ്ങൾ. നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നിന്നിട്ട് കാര്യമില്ല, ഉണ്ടാക്കി തുടങ്ങി. ഫുൾ അല്ല ഫുൾ ഇത് ഫുൾ ഒരാകരുത്. നിങ്ങളെ ഡിഷ് കംപ്ലീറ്റ് ആകുമ്പോൾ തരാം. ഇതായിട്ടില്ല. യെസ് പ്ലീസ് എക്സ്ക്യൂസ്. ബ്രെഡിന്റെ ഒരു അല്പം കൂടെ എടുത്ത് കൂടുതൽ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ബ്രെഡിന്റെ ഒരു കവർ ബ്രെഡ് ഉണ്ട്, എന്താ കൊണ്ടുപോക്കോളൂ. No, ഞാൻ ചോദിച്ചിട്ടല്ല ഷെഫ്. അങ്ങനെ അഭിമാനം കെട്ടി മേടിക്കുന്നതല്ല ഞങ്ങള്. അതെ. സേതു ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ Bye. വാങ്ങി തരട്ടെ.